ഇനി നോക്കാം കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. കുരുമുളക് ചെടികൾക്ക് മഞ്ഞളിപ്പ് രോഗം. ചെടികൾ ഉണങ്ങി നശിക്കുന്നു. കർഷകർ പ്രതിസന്ധിയിൽ. ഹൈറേഞ്ചിൽ കുരുമുളക് ചെടികൾക്ക് രോഗബാധ. മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് ഹൈറേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ കുരുമുളക് ചെടികൾ വ്യാപകമായി ഉണങ്ങി നശിക്കുകയാണ്. കഞ്ഞിക്കുഴി, വാഴത്തോപ്പ്, മരിയാപുരം, വാത്തിക്കുടി ഭാഗങ്ങളിൽ രോഗബാധ കൂടുതലായി കാണുന്നു. മഞ്ഞളിപ്പ് ബാധിക്കുന്നതോടെ ചെടികളിൽ അതിവേഗം ഇല കൊഴിഞ്ഞു തുടങ്ങും. ഇതോടെ തണ്ടുകളും ഉണങ്ങിപ്പോകും. നിറയെ കായ്ഫലങ്ങളുള്ള ചെടികളിലാണ് രോഗബാധ കൂടുതലും പ്രകടമാകുന്നത്. ഇതോടെ മൂപ്പെത്താത്ത കുരുമുളക് തിരികൾ അടർന്നു വീഴും. രോഗം ബാധിച്ച ചെടികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും നശിക്കും. 2018 പ്രളയത്തിനു ശേഷം കുരുമുളക് കൃഷിക്ക് രോഗങ്ങളും കീടബാധകളും ഏറെയാണെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏത്തക്കായ വില ഇടിഞ്ഞു. വാഴ കർഷകർ പ്രതിസന്ധിയിൽ. ഏത്തക്കായ വിപണിയിലുണ്ടായ ഇടിവിൽ വാഴ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിലായി. പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്നവരാണ് ദുരിതത്തിലായത്. ഓണത്തോടനുബന്ധിച്ച് 50 രൂപ വരെ കിലോയ്ക്ക് ലഭിച്ചിരുന്ന ഏത്തക്കായയുടെ വില കഴിഞ്ഞ ദിവസങ്ങളിൽ നേർപകുതിയായി കുറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഏത്തക്കായ ഇറക്കുമതി ചെയ്യുന്നതാണ് വിലയിടിവിന് കാരണമായത്. പലയിടത്തും ഏത്തക്കായ്ക്ക് കിലോയ്ക്ക് 24 രൂപയാണ് വില ലഭിച്ചത്. കർഷകരിൽ നിന്നും കച്ചവടക്കാർ വില കുറച്ചു വാങ്ങുന്ന പച്ചക്കായ പഴുത്താൽ ഇവർക്ക് ഇരട്ടി വിലയ്ക്ക് വിൽക്കാനാകും. വില കുറഞ്ഞാലും വിളനാശം സംഭവിച്ചാലും കർഷകർ നൽകേണ്ട പാട്ടത്തുക ഉടമയ്ക്ക് നൽകണം. വിപണിയിലുണ്ടാവുന്ന ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് കരകയറാൻ കഴിയാതെ കർഷകർ കടക്കെണിയിലാണ്. സർക്കാർ പാട്ടഭൂമിയിലെ കർഷകരെ ഉൾപ്പെടുത്തി പ്രത്യേക സഹായ പദ്ധതികൾ നടപ്പാക്കാത്ത സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കൂടുന്നു. ദിവസം തോറും 2-3 രൂപ വീതമാണ് ഉയരുന്നത്. 1 കിലോ ഇറച്ചിക്കോഴിക്ക് 135 മുതൽ 145 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. 2 ആഴ്ച മുൻപ് 115 മുതൽ 125 രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ വില വർധന. ഓണത്തിന് ശേഷമാണ് വിലക്കയറ്റം തുടങ്ങിയത്. വ്യാപാരമാന്ദ്യം നിലനിൽക്കെ വിലക്കയറ്റം കൂടിയായപ്പോൾ വിൽപ്പനയിൽ 50% കുറവുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. ഡിമാൻഡിലും വൻ കുറവുണ്ടായതായി വ്യാപാരികൾ വ്യക്തമാക്കുന്നു. ഇതിനൊപ്പം ഉൽപാദന ഇടിവും വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും ദിനംപ്രതി കൂടി വരുന്നുണ്ട്. ശനിയാഴ്ച 3 രൂപയാണ് കൂടിയത്. നിലവിൽ 33 മുതൽ 40 രൂപയുണ്ട്. ഒരാഴ്ച മുൻപ് വരെ ഇത് 20 മുതൽ 25 രൂപ വരെയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കൂടുതൽ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും കോഴിത്തീറ്റ വില വർദ്ധിച്ചതും ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ.